ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ബീഫ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 3-4 എടുത്തിട്ടുണ്ട്. ഒരു തക്കോലം, ചെറിയ പീസ് കറുവപ്പട്ട ചെറുതായിട്ട് മുറിച്ചെടുത്തത്. അതേപോലെ തന്നെ 3-4 മുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ മസാല നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു വലിയ പീസ് വെളുത്തുള്ളിയാണ് ഇത്. ഞാനത് ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 7-8 വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ മുമ്പേ അരച്ച് വെച്ച മസാലയിൽ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനൊരു ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടായിരുന്നു മിക്സിയിൽ അരച്ചെടുത്തത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. നമുക്കിപ്പോൾ മുഴുവൻ മല്ലിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ കുക്കർ പിടിക്കാതിരിക്കാനായിട്ട് ശകലം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമെങ്കിലും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് കുക്കറിനകത്തിട്ട് 4-6 വിസിലെങ്കിലും അടിക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് കുക്കറിൽ വെന്ത് റെഡിയായിരിപ്പുണ്ട്. ഉണ്ടല്ലോ, അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമുക്കൊന്നുകൂടെ ഈ ഉള്ള വെള്ളം കൂടെ ഒരു തീ കൂട്ടിയിട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അത് തീ കൂട്ടിയിടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നോക്കണം, വേവ് അനുസരിച്ച് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഉണ്ട്. ഇത് നല്ലതായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ചെറിയ ഇരുമ്പ് ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുന്ന ഞാനൊരു 10-25 കൊച്ചുള്ളിയാണ്, ചെറിയുള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം, എണ്ണ ചൂടായിട്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒരു ബീഫ് ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച അരപ്പിൻ്റെ ബാലൻസ് ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കരിഞ്ഞു പോകാതെ നോക്കണം. മസാല ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ബീഫ് എടുത്തിട്ട് കൊടുക്കാം. ബീഫ് അങ്ങനെ അത് കിടന്ന് മൊരിഞ്ഞ് വരട്ടെ, ഫ്രൈ ആയിട്ട്. അങ്ങനെ നമ്മുടെ ബീഫ് നല്ല വൃത്തിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരൂടെ മൂക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അത് നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിനെടുത്ത് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. താങ്ക് യു.